ഏഴാമത് ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം ആറാട്ടുപുഴയിൽ ആരംഭിച്ചു. സ്വാമി മൃഡാനന്ദ ശതാബ്ദി സ്മാരകമായി സനാതന ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സമ്മേളനം സമ്പോധ് ഫൗണ്ടേഷൻ കേരള അധ്യക്ഷൻ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി ഉദ്ഘാടനം ചെയ്തു. സനാതനധർമ്മം ലോകമാസകലം വളർന്നുകൊണ്ടിരിക്കുകയും കോടാനുകൂടി ജനങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണിതെന്ന് സ്വാമി പറഞ്ഞു. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭിനവ കുരുക്ഷേത്രത്തിൽ വരിഷ്ഠ ദർശനമായ ശ്രീകൃഷ്ണനാണ് നമ്മുടെ മാർഗദർശി. നമുക്ക് തത്വമസി എന്ന അവബോധത്തിലേക്ക് നങ്കൂരമിടാൻ അദ്ദേഹം ഉപദേശിച്ച കർമ്മകുശലതയ്ക്ക് സാധിക്കും. സ്വാമി കൂട്ടിച്ചേർത്തു. അവലോകനം ചെയ്യണം. അതിരിക്കട്ടെ, ഹൈന്ദവ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ദൂരക്കാഴ്ചയും ദാർശനികപരമായ ആഴവുമൊക്കെ ശ്രദ്ധേയമാവുന്നത്. ഇതൊക്കെ ചിട്ടയോടെ പഠിക്കാൻ നമുക്ക് സാവകാശം ഉണ്ടാവണം. ആറാട്ടുപുഴ ഹിന്ദുമത സമ്മേളനം ഓരോ വർഷവും നാം നിർവഹിക്കുന്നതോടൊപ്പം അനുബന്ധമായ സത്സംഗങ്ങളും മറ്റ് പരിപാടികളുമൊക്കെ നിർവഹിക്കുന്നതായിട്ട് അറിയുന്നു. സമാരാധ്യനായ പുരുഷോത്തമാനന്ദ സ്വാമിജിയുടെ ആ ഒരു തപസ്സും അനുഗ്രഹവും അത് സമാജത്തിന് നിശ്ചയമായും ഉചിതമായ മാർഗദർശനം നൽകുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി സുധാകരൻ ധ്വജാരോഹണം നിർവഹിച്ചു. ചുറ്റുപുഴ അഭേദാനന്ദാശ്രമം അധ്യക്ഷൻ സ്വാമി വിശ്വവിശ്വേശ്വരാനന്ദ സരസ്വതി സമ്മേളനത്തിന് ദീപം തെളിയിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പൂത്തേഴുത്ത് രാമചന്ദ്രൻ അധ്യക്ഷനായി. വിവേകാനന്ദ സേവാശ്രമം സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ, സനാതന ധർമ്മ പരിഷത്ത് കേന്ദ്ര സമിതി അംഗം തങ്കപ്പൻ വടാശ്ശേരി, സനാതന ധർമ്മ പരിഷത്ത് രക്ഷാധികാരി സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി, സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി എന്നിവർ സംസാരിച്ചു.